കാണുമ്പോ ഇനി സുന്ദരി അല്ലെങ്കിലോ? എന്നാലും എനിക്കിഷ്ടം. ഒട്ടും ഭംഗിയില്ലെങ്കിലും ഇഷ്ടാവും. ഇഷ്ടം മനസ്സിനകത്തുണ്ടായതല്ലേ, അത് ഒരു കാഴ്ച കൊണ്ട് എങ്ങനെ ഇല്ലണ്ടാവുക? സേതുവിൻ്റെ മൊബൈലേക്ക് അമ്മു വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അശോകേട്ടൻ അയച്ച ഗുണ്ടകൾ ജയകൃഷ്ണന്റെ കൂടെ പോയത് സേതു ആണെന്ന് അറിയിക്കുന്നു. ഇതറിയുന്ന അമ്മുവിൻ്റെ അമ്മ രാധാമണി ഈ വിവരം സേതുവിൻ്റെ അച്ഛൻ കാര്യസ്ഥൻ ബാലകൃഷ്ണ മേനോനെ അറിയിക്കുന്നു. ഇതറിയുന്ന അയാൾ വളരെ വിഷമത്തിലാകുന്നു. ജയകൃഷ്ണൻ നല്ല പയ്യനാ. സേതു ഈ വിവരം പറഞ്ഞെങ്കിൽ ഞാൻ അവരുടെ കല്യാണം നടത്തി കൊടുത്തേനെ. ജയകൃഷ്ണൻ എൻ്റെ കമ്പനിയിൽ ജോലിയും കൊടുത്തേനെ എന്ന് അശോകേട്ടൻ പറയുന്നു. അവർ നാട് വിടേണ്ട വല്ല കാര്യമുണ്ടോ? സേതു വിളിക്കുവാണെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറയണം. പാവം അമ്മു, അവൾ അറിയുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി തന്നെ ചതിക്കുകയാണെന്ന്. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങുമ്പോൾ സേതു ജയകൃഷ്ണനുമായിട്ട് വരുമെന്ന് അവൾ വിശ്വസിച്ചു. അമ്മുവാണ് ജയകൃഷ്ണനെ ഫോൺ ചെയ്ത ആ കുട്ടിയെന്ന് പറഞ്ഞു കാണുമെന്ന് അവൾ വിചാരിച്ചു. ഓരോ ഫോൺ കോൾ വരുമ്പോഴും സേതുവോ ജയകൃഷ്ണനോ ആണെന്ന് കരുതി അവൾ ഓടിച്ചല്ലോ. പക്ഷെ അവർ ഒരിക്കൽ പോലും വിളിച്ചില്ല. പതിയെ അമ്മുവിന് മനസ്സിലായി സേതു തന്നെ ചതിച്ചെന്ന്. അമ്മുവിൻ്റെ കല്യാണം നടത്താൻ അശോകേട്ടൻ തീരുമാനിക്കുന്നു. അമ്മു കല്യാണത്തിന് വിസമ്മതിക്കുന്നു. ചേട്ടനും അമ്മയും മാറി മാറി പറഞ്ഞു നോക്കി. പക്ഷെ അമ്മു സമ്മതിച്ചില്ല. കല്യാണം നടത്താൻ ശ്രമിച്ചാൽ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു. തനിക്കിനി ഈ ജീവിതത്തിൽ ആരെയും വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നും അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അമ്മുവിന് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാമെന്ന് അശോകേട്ടൻ പറയുന്നു. അങ്ങനെ അമ്മു സംഭവിച്ചത് എല്ലാവരോടും തുറന്നു പറയുന്നു. ഈ സംഭവത്തിന് ശേഷം അമ്മുവിൻ്റെ അമ്മ കിടപ്പിലാകുന്നു. ചേട്ടൻ ദുബായിലാണ് നിൽക്കുന്നത്. അവിടുത്തെ ബിസിനസ് നോക്കിയെടുക്കുന്നത് ചേട്ടനാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം അമ്മുവിൻ്റെ അമ്മ മരണപ്പെടുകയും ചെയ്തു. സേതുവും ജയകൃഷ്ണനും പോയത് ഡാർജിലിംഗിലേക്കാണ്. ജയകൃഷ്ണൻ അവിടെ ടീ എസ്റ്റേറ്റിൽ മാനേജറായിട്ട് ജോലി കിട്ടി. വീട് വാടകയ്ക്കെടുത്തു. അച്ഛനും അമ്മയും അവരെ സാമ്പത്തികമായി സഹായിച്ചു. ജയകൃഷ്ണൻ്റെ റിസൾട്ട് വന്നു. റാങ്കോടുകൂടി പാസ്സായി. സേതുവിൻ്റെ ആഗ്രഹമായിരുന്നു ജയകൃഷ്ണൻ പഠിക്കണമെന്നത്. സേതു ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അപ്പോഴാണ് അവൾക്ക് ക്യാൻസർ പിടിപെടുന്നതും ലാസ്റ്റ് സ്റ്റേജാണെന്ന് അറിയുന്നതും. ജയകൃഷ്ണനോട് അത് മറച്ചു വെച്ച് തുടർന്ന് പഠിക്കാനുള്ള പ്രോത്സാഹനം നൽകിക്കൊണ്ടേയിരുന്നു. അമ്മുവിനെ വഞ്ചിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് അവൾ വിശ്വസിച്ചു. മരിക്കുന്നതിന് മുമ്പേ അമ്മുവിനെ ഒന്ന് കാണണമെന്നും മാപ്പ് പറയണമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സത്യം ഒരിക്കലും ജയകൃഷ്ണൻ അറിയരുതെന്ന് അവൾ ആഗ്രഹിച്ചു. അറിഞ്ഞാൽ ഒരുപക്ഷെ തന്നെ വെറുക്കുമോ എന്ന് അവൾ ഭയന്നിരുന്നു. രോഗം മൂർച്ഛിച്ചപ്പോഴാണ് ജയകൃഷ്ണൻ അറിയുന്നത്. സേതു മരണപ്പെട്ടപ്പോൾ ജയകൃഷ്ണൻ മാനസികമായി തളർന്നിരുന്നു. മകനെ ഓർത്ത് അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ജയകൃഷ്ണൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടിരുന്നു. മകൻ സിദ്ധുവിൻ്റെ ആഗ്രഹപ്രകാരം ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് മുമ്പേ അയാൾ നാട്ടിലേക്ക് വന്നു. അമ്മുവിനെയും കൂട്ടി ഓസ്ട്രേലിയയിലേക്ക് പോയി. വളരെ സന്തോഷത്തോടു കൂടി അവർ ജീവിച്ചു. സിദ്ധുവിന് കൂട്ടായി ഒരു അനിയത്തി കുട്ടി കൂടി വന്നു. രാജീവേട്ടൻ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളായി. ദുബായിൽ സെറ്റിൽഡാണ്. അശോകേട്ടൻ അമ്മുവിൻ്റെ കൂടെ ഓസ്ട്രേലിയയിലുണ്ട്.